ഫെലനോപ്സിസിൻ്റെ ലീഫ് ക്ലീൻ ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. വെള്ളത്തിൽ 2 സ്പൂൺ പാല് മിക്സ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോ ലീഫിൻ്റെ മേൽഭാഗവും അടിഭാഗവും നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്ലാന്റ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിപടലങ്ങൾ അങ്ങനെയൊക്കെ വൃത്തിയായി അതിൻ്റെ സുഷിരങ്ങളൊക്കെ തുറക്കാനും അതിന് പ്ലാന്റിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള അത് എളുപ്പമാക്കാൻ അത് സഹായിക്കും. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള പ്ലാന്റിന് നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ കളഞ്ഞിട്ട് വേണം പുതിയ പ്ലാന്റ് നമ്മൾ തുടച്ചു കൊടുക്കാനായിട്ട്. വേറെ ടിഷ്യൂ പേപ്പറാണ് ഓരോ പ്ലാന്റിന് യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരു പ്ലാന്റിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മറ്റ് പ്ലാന്റിലും അത് പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫെലനോപ്സിസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റാണ്. വെള്ളം അധികമായി പോയാലും ഫെർട്ടിലൈസർ അധികമായി പോയാലും ഒക്കെ പ്ലാന്റ് നശിച്ചു പോകുന്ന ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിന് മഴ കൊള്ളാനും പാടില്ല, അതേപോലെ തന്നെ വെയിൽ കൂടാനും പാടില്ല. ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഷെയ്ഡഡ് ഏരിയയിലാണ് ഇത് വളർത്തേണ്ടത്.
ഇപ്പോൾ ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സീസണാണ്. ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചത്. അതാദ്യം എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇതിന് കുഞ്ഞു കിക്കീസൊക്കെ വന്നിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. NPK 19 ഞാൻ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫ്ലവർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കാൻ പാടില്ല. ഫെർട്ടിലൈസർ അതിൻ്റെ കറക്റ്റ് ടൈമിൽ കൊടുക്കണം. എന്നാൽ അടുത്ത സീസണിൽ നമുക്ക് നിറയെ ഫ്ലവറും കിട്ടും. ഈ മദർ പ്ലാന്റിൽ ഇപ്പോഴും ബഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒച്ച തിന്ന് നശിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.